ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചാനൽ നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളിത് 1000 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. ഞാൻ അറിയാതൊരു ചെറിയ ഒരു ക്ലിക്ക് തൊട്ടതോടുകൂടി എൻ്റെ ചാനൽ അങ്ങ് ഇൻവിസിബിളായി. അപ്പോൾ ഇനി ആർക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കരുത് എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. യൂട്യൂബ് നമുക്കൊരു പുതിയ ഫീച്ചർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ ചാനൽ ഹൈഡ് ചെയ്തേക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള 2 ഓപ്ഷനുകൾ അവർ നമ്മുടെ ബീറ്റാ സ്റ്റുഡിയോ വന്ന സമയത്ത് അവർ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഹൈഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനിലുള്ളൂടെ കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയാൽ അവിടെ നമുക്ക് ഒരു 4ാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് ഡിലീറ്റ് ഓർ ഹൈഡ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ ഒരു ചാനൽ ഇതുപോലെ ജസ്റ്റ് ഒരു ചാനൽ ഡിലീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചാനൽ ഹൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോയ സമയത്ത് അവിടെ ഒരു ചെറിയ ഫീച്ചർ കണ്ടു, മേക്ക് യുവർ ചാനൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ അത്ര എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഈ ഒരു ഹൈഡ് ചെയ്യുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് എന്താണെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകാം, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് അറിയാതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയ സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് അത് ഒരു നമ്മളോട് എക്സ്ട്രാ ഒരു കൺഫർമേഷൻ ഒന്നും ചോദിക്കാതെ തന്നെ നേരെ ആ ഒരു പ്രോസസ്സിലോട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ ഹൈഡായി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോസുകളൊന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ ചാനലിന് അവിടെ ഇല്ലാത്ത പോലെയായി. അങ്ങനെ ഞാൻ ജസ്റ്റ് അപ്പോൾ ഓക്കെ, നമ്മളൊരു പുതിയ ഹൈഡിങ് ഫീച്ചറും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഞാൻ അറിയാതെ ടച്ച് ചെയ്ത് പോയതാണ്. അതിനുശേഷം ഞാൻ മേക്ക് വിസിബിൾ മൈ ചാനൽ എന്നുള്ള ഒരു ബട്ടൺ ഞെക്കിയപ്പോൾ എൻ്റെ ചാനൽ എനിക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തു. ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അതിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഓൾറെഡി മറ്റേ ഫീച്ചർ, അതായത് നമ്മുടെ മേക്ക് മൈ ചാനൽ ഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറുകൾ അവർ പറയുന്നുണ്ട്. നമ്മളെ വീഡിയോസിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് പിന്നെ വ്യൂ ആവുക, അതുപോലെ തന്നെ ഹൈഡായ വീഡിയോസ് പിന്നെ തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും, അതായത് ഒരു 7 ദിവസം എടുക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫീച്ചറിൽ എനിക്ക് അങ്ങനെ 7 ദിവസം ഒന്നും ഇട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ ചാനൽ തിരിച്ചു വന്നു. ഇനി എൻ്റെ വ്യൂവർഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇനി മുതൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് അറിയാതൊരു ടച്ചിൽ എനിക്ക് സംഭവിച്ചതാണ്, അതുപോലെ തന്നെ ഇനി എല്ലാവർക്കും സംഭവിക്കും. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിട്ടിയ വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.